ഹായ് ഓൾ, വെൽക്കം ടു നിതിൻസ് ഗരാജ്. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ നെക്സോൺ EVയുടെ യൂസർ എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഈ നെക്സോൺ EV മേടിക്കുന്നത് ഡിസംബർ 21, 2021 ഇപ്പോൾ ഏകദേശം 1 വർഷവും 11 മാസമായി. ഞാൻ ഇത് മേടിക്കാൻ കാര്യം തന്നെ ഡെയിലിയുള്ള യാത്രയിലെ ഫ്യൂവൽ കോസ്റ്റ് മാത്രം പ്രതീക്ഷിച്ചാണ്. എനിക്കിതിനു മുമ്പുണ്ടായിരുന്ന വണ്ടി നെക്സോൺ തന്നെയായിരുന്നു, ഡീസൽ ബേസ് വേരിയൻ്റ് ആയിരുന്നു. അത് 1 വർഷം ഉപയോഗിച്ചതിന് ശേഷം കൊടുത്തിട്ടാണ് ഇത് മേടിച്ചത്. നെക്സോണിനെ പറ്റി ഒരു റിവ്യൂ പറയുക എന്ന് പറഞ്ഞാൽ, എന്നെ സംബന്ധിച്ച് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു വണ്ടി, നമുക്ക് ധൈര്യമായിട്ട് പോകാം. എനിക്കിതുവരെ ഒരു പ്രശ്നം പോലും ഉണ്ടായിട്ടില്ല, ഒരിടത്ത് വഴി കിടക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് വണ്ടിയിൽ. അതുപോലെ ഹാൻഡ്ലിങ് ഭയങ്കര ഭയങ്കരമായിട്ട് നമ്മുടെ കൺട്രോൾ കാര്യങ്ങൾ കിട്ടും. അതുപോലെ തന്നെ വണ്ടി എഞ്ചിനും വേറെ വൈബ്രേഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് സൈലൻ്റ് ആണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ചെറിയ റാറ്റ്ലിംഗ് ഉണ്ടെങ്കിൽ നമ്മുടെ ചെവി കയറുകയും ചെയ്യും. പിന്നെ അതെവിടെ നിന്നാന്നുള്ള തപ്പുമാണ് നമ്മുടെ മെയിൻ പണി. പിന്നെ നല്ലൊരു മ്യൂസിക് സിസ്റ്റമാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ മെയിൻ്റനൻസ് കോസ്റ്റും കുറവാണ്. കാരണം വെച്ചാൽ ഒരു 7500 വെച്ചാണ് സർവീസ് വരുന്നത്. 7500 സർവീസിനൊക്കെ ഒരു 600 രൂപ 700 രൂപയൊക്കെ ഉള്ളൂ. 30,000-ൻ്റെ സർവീസിന് മാത്രമേ ഇച്ചിരി കാശാകുന്നുള്ളൂ. ഞാൻ ഇഷ്യൂസ് ഫേസ് ചെയ്തേക്കെന്ന് പറഞ്ഞാൽ, ഞാൻ ബാറ്ററി ഒന്ന് റീപ്ലേസ് ചെയ്തു. ബാറ്ററി ഏകദേശം 92,000 കിലോമീറ്റർ ആയപ്പോൾ ലിംബ് മോഡെന്ന് പറഞ്ഞൊരു പ്രശ്നത്തിലേക്ക് വന്നിട്ട് ബാറ്ററി മാറി. ഇപ്പം കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്ക് ആ സമയത്ത് പോലും ഞാൻ വഴിയിൽ കിടക്കേണ്ട കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. പിന്നെ ഇത്രയും ധൈര്യമായിട്ട് ഓടിക്കുന്നതിന് കാര്യം ഞാൻ EVOK എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയുടെ ഭാഗമാണ്. അത് ഓൾ കേരള ഉള്ള ഒരു കൂട്ടായ്മയാണ്. കാരണം എവിടെ പോയാലും നമ്മുടെ വീട്ടിലെ ആൾക്കാർ ഉള്ള പോലെ തന്നെ ഒരു ധൈര്യത്തിൽ പോവാം. എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ ആരെങ്കിലും ഓടി വരാതിരിക്കുക. EVOKിൽ ചേരാൻ താല്പര്യമുള്ള നെക്സോൺ EV യൂസേഴ്സോ അല്ലെങ്കിൽ EV യൂസേഴ്സിനോ ഞാൻ താഴെ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം ഡീറ്റെയിൽസ്. നെഗറ്റീവ് എന്ന് പറയാനായിട്ട് എനിക്ക് 2 കാര്യങ്ങളാണ് തോന്നുന്നത്. ഒന്ന്, ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചം വളരെ ഫെയിലിയറാണ്. രാത്രിയിലൊക്കെ ഓടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അത് ടാറ്റ പുതിയ വണ്ടിയിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ബാക്കിലെ റിയർ AC, ഇത് ഈ കാലിൻ്റെ ഇടയ്ക്ക് കൊണ്ട് വെച്ചേക്കുന്നുണ്ട്. നടുക്കൊരാൾ ഇരുന്ന് കഴിഞ്ഞാൽ ബാക്കി ആർക്കും അതുകൊണ്ടൊരു പ്രയോജനമില്ല. അതേസമയം അത് സൈഡിൽ മറ്റേ B പാനലോ എല്ലാം B പാനലിലോ C പാനലിലോ എല്ലാം സെറ്റ് ചെയ്തായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു. എനിക്ക് കിട്ടുന്ന മൈലേജ് എന്ന് പറഞ്ഞാൽ 200 മുതൽ 240 വരെ, ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡ്രൈവിങ്. വണ്ടിയുടെ ആദ്യകാലത്തൊക്കെ വണ്ടി കൊണ്ട് പോകുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. നമുക്ക് ചാർജ് ചെയ്യാൻ സ്ഥലമുണ്ടോ, എവിടെ നിന്നാണ് ചാർജ് ചെയ്യേണ്ടത്, എങ്ങനെ ഓടിക്കേണ്ടത്, ഇതെല്ലാം നമ്മൾ യൂട്യൂബിൽ കണ്ടിട്ടുള്ള പരിചയമല്ലേ ഉള്ളൂ. വണ്ടികൾ കുറവാണ്. പിന്നെ പച്ചബോർഡ് കാണുമ്പോൾ നാട്ടുകാർക്ക് പൊതുവെ ഒരു ബഹുമാനം കൂടുതലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊക്കെ മാറി. വണ്ടിയുടെ ഓവറോൾ നോക്കുവാണെങ്കിൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ MK മോട്ടോഴ്സിലാണ് സർവീസിന് കൊടുക്കുന്നത്. അവിടുത്തെ സർവീസ് എനിക്ക് ഇതുവരെ ഒരു മോശമായൊരു അഭിപ്രായം ഉണ്ടായിട്ടില്ല. നല്ല അഭിപ്രായം തന്നെയാണ്. കാരണം വെച്ചാൽ എനിക്ക് അവിടെ ചെന്നിട്ട് ഒരു മോശമായിട്ട് അവരോട് വർത്തമാനം പറയേണ്ട ഇതുവരെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇനിയും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു. ഇതൊക്കെയാണ് എൻ്റെ വണ്ടിയെ പറ്റിയുള്ള ഇത്. പിന്നെ വണ്ടിയുടെ ടയർ 73,000 കിലോമീറ്റർ കിട്ടി, ആദ്യത്തെ ടയർ. അത് ടയർ മാറിയിട്ട് ഇപ്പോൾ ഏകദേശം 20,000 കിലോമീറ്റർ മുകളിൽ വണ്ടി ഓടി. ഞാൻ ഈ വണ്ടിയിൽ അഡീഷണലായിട്ട് ഞാൻ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ, വണ്ടി ഫുള്ള് ഡാമ്പ് ചെയ്തു. തന്നെത്താനാണ് ചെയ്ത്. ഫുൾ റൂഫും 4 ഡോറും ഡിക്കിയും ഡാമ്പ് ചെയ്തു. അതിൻ്റേതായ ഒരു വൈബ്രേഷൻ കുറവ് ഉണ്ട്. ഇതൊരു സുഖമാണ്. കാരണം വെച്ചാൽ നമുക്ക് വേറെ നോയ്സസ് ഒന്നും അകത്ത് കേൾക്കത്തില്ല. പിന്നെ ഒരു ഡാഷ് കാം, അത് പഴയതാണ്, അത് ഉപയോഗിക്കുന്നുണ്ട്. വേറെ കൂടുതലായിട്ടൊന്നും വണ്ടിയിൽ ചെയ്തിട്ടില്ല. ഇനി പറ്റുവാണെങ്കിൽ ലൈറ്റ് ഒന്ന് മാറിയാൽ കൊള്ളാമെന്നുണ്ട്. കാരണം വെച്ചാൽ രാത്രിയിലൊക്കെ ലോങ് ഓടിക്കുമ്പോൾ വലിയ പാടാ. എതിരെ വരുന്ന വണ്ടിക്കാരനൊന്നും നമ്മളെ ഒരു മൈൻഡില്ലാത്തൊരു സാഹചര്യമാണുള്ളത്. ഒരിടയ്ക്ക് സ്ഥിരം ആക്ച്വേറ്ററിൽ ചള്ള കയറിയിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പം നമ്മുടെ ഗ്രൂപ്പിൽ തന്നെയുള്ള ഒരാളുടെ അഭിപ്രായ പ്രകാരം നമ്മളത് അതിൻ്റെ അടിയിലൊരു പഴയ 3D മാറ്റ് കട്ട് ചെയ്ത് കയറ്റി വെച്ചു. അതിൽ പിന്നെ ആ പ്രശ്നമില്ല. ടാറ്റ ആക്ച്വേറ്ററിന് കവർ തന്നിരുന്നെങ്കിലും അതിൻ്റെ ഇടയ്ക്കൂടെയും വെള്ളം ഇറങ്ങിയിട്ട് ഒരു പ്രാവശ്യം കംപ്ലൈൻ്റ് ആയിരുന്നു. അതിൽ പിന്നെ ഞാൻ ഈ ഒരു 3D മാറ്റ് കട്ട് ചെയ്തതിൻ്റെ ഇടയ്ക്ക് അവിടെ വെച്ചേ പിന്നെ
ആ പ്രശ്നമില്ല. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ടാറ്റയ്ക്ക് ഒഴിവാക്കാവുന്നൊരു ഇഷ്യൂ ആയിരുന്നു. അതൊരു ഫുള്ളായിട്ടുള്ളൊരു മറ്റേ ലൈനിങ്ങാണ് വെച്ചിരുന്നെങ്കിൽ ആ ഇഷ്യൂസ് ഒന്നും വരികയില്ലായിരുന്നു. അതുമാത്രമേ ഉള്ളൂ ഇഷ്യൂ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പം പിന്നെ ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷൻസും ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് ഇപ്പം ചാർജിങ്ങിനൊന്നും വലിയ പാടില്ല. എവിടെ പോയാലും ധൈര്യമായിട്ട് പോകാം. എൻ്റെ പ്രൈം വെഹിക്കിളാണിത്, വേറെ വണ്ടിയില്ല. ഇത് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഇത്രയാണ് എനിക്ക് എൻ്റെ നെക്സോണെ പറ്റി പറയാനായിട്ടുള്ളത്. താങ്ക് യു.